ബൈജൂസ് എന്ന ഒരു കമ്പനിയിലൂടെ ലോകമെമ്പാടും ശ്രദ്ധേയനായ മലയാളിയാണ് ബൈജു രവീന്ദ്രൻ. പെട്ടെന്നാണ് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ സ്റ്റാർട്ടപ്പുകളിൽ ഒന്നായി ബൈജൂസ് വളർന്നത്. ഓൺലൈൻ വിദ്യാഭ്യാസം വ്യാപകമാകുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞത് ബൈജൂസിനെ ശ്രദ്ധേയമാക്കി. ആഗോള കമ്പനികൾ ശതകോടികളുടെ നിക്ഷേപം ഒഴുക്കി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബൈജു രവീന്ദ്രൻ ബിസിനസ് വ്യാപിച്ചു. 13 വർഷം മുമ്പ് തുടങ്ങിയ കമ്പനിയുടെ തുടക്കം ഗംഭീരമായിരുന്നെങ്കിലും ഇപ്പോൾ നല്ല കാലമല്ല. ബൈജൂസ് CEO ആയ ബൈജു രവീന്ദ്രനും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഏകകണ്ഠേന വോട്ട് ചെയ്തിരിക്കുകയാണ് നിക്ഷേപകർ. അതായത് സ്ഥാപകരെ തന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പണം മുടക്കിയിരിക്കുന്ന വൻകിട നിക്ഷേപകർ ആവശ്യപ്പെടുന്നത്. ബൈജു രവീന്ദ്രനും കുടുംബത്തിനും കമ്പനിയിൽ 26.3% ഓഹരികൾ മാത്രമാണുള്ളത്. ബാക്കി ഓഹരികൾ ജനറൽ അറ്റ്ലാന്റിക്, പ്രോസസ് തുടങ്ങിയ വൻകിട നിക്ഷേപകരുടെ പക്കലാണ്. ബൈജൂസ് നിക്ഷേപകരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നുവെന്നാണ് പരാതി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എഡ്ടെക് കമ്പനിയായ ബൈജൂസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായുള്ള സൂചനകൾ കുറച്ച് നാളുകളായിട്ടുണ്ട്. തുടക്കത്തിൽ ബൈജു രവീന്ദ്രൻ ഇത് നിഷേധിച്ചെങ്കിലും നാൾക്കുനാൾ പ്രതിസന്ധി രൂക്ഷമായി. കമ്പനിയിൽ കൂട്ട പിരിച്ചുവിടലുകളുണ്ടായി. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വിദേശ രാജ്യങ്ങളിൽ കേസുകൾ എത്തിയതോടെ കമ്പനിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. കമ്പനിയുടെ എക്കാലത്തെയും ഉയർന്ന മൂല്യത്തിൻ്റെ വെറും 10%മായി കമ്പനിയുടെ മൂല്യം കുറയാൻ കേസുകൾ കാരണമായി. കോവിഡ് കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം വ്യാപകമാകുമ്പോൾ പോലും ബൈജൂസിന് $2200 കോടി മൂല്യമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് $100 കോടി മാത്രമായി മൂല്യം ഇടിഞ്ഞു. കോവിഡിന് ശേഷം ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായുള്ള ഡിമാൻഡ് കുറയാൻ തുടങ്ങി. പക്ഷേ ഈ രംഗത്ത് കടുത്ത മത്സരമുണ്ടായി. മികച്ച സേവനം നൽകുന്ന പ്രാദേശിക ആപ്പുകളോടും കമ്പനികളോടും പൊരുതി നിൽക്കാൻ ബൈജൂസിനായെന്ന് പറയാൻ ആകില്ല. ആകാശ പോലെ ഏറ്റവും മികച്ച കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ ഒന്ന് ഏറ്റെടുത്തിട്ട് പോലും ഈ സാധ്യതകൾ ഒന്നും ശരിയായി വിനിയോഗിക്കാനായില്ല. സ്പോൺസർഷിപ്പുകൾക്കും പരസ്യങ്ങൾക്കുമായി നല്ലൊരു തുക പൊടിഞ്ഞപ്പോൾ സമാന്തരമായി ബിസിനസിൻ്റെ അടിത്തറ ശക്തമാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. അക്കൗണ്ടിങ്ങിലെ സുതാര്യതക്കുറവും ഫണ്ട് കൈമാറ്റത്തിലും വിനിയോഗത്തിലും പാളിച്ചകളും ഒക്കെ ഇതോടൊപ്പം ചേർത്ത് വെക്കണം. വിദേശ നാണ്യവിനിമയ നിയമം ലംഘിച്ചു പണമിടപാടുകൾ നടത്തിയെന്ന ആരോപണം ആദായനികുതി വകുപ്പിൻ്റെ വലയിൽപ്പെടാൻ ഇടയാക്കിയതും പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചു. വായ്പാ പലിശ തുടങ്ങിയതിനാൽ 2023 ബൈജൂസിനെതിരെ ഒരു വിദേശ കമ്പനി കേസ് ഫയൽ ചെയ്തതോടെ നിയമപരമായ പ്രശ്നങ്ങളും തുടങ്ങി. കമ്പനിയുടെ ഫിനാൻഷ്യൽ ഓഡിറ്ററായ ഡിലോയിറ്റും 2023 പടിയിറങ്ങുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.